അനുവാദമില്ലാതെ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് മരം മുറിച്ചു കടത്തിയതിനെതിരെ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും സ്കൂൾ PTA-യും രംഗത്ത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ ITA ജംഗ്ഷൻ കട്ടപ്പന. അപകട ഭീഷണി ഉയർത്തുന്ന മരത്തിന്റെ ചില്ലകൾ വെട്ടിനീക്കാൻ നൽകിയ അനുമതിയുടെ മറവിലാണ് മരം കടത്തിയത്. കട്ടപ്പന ട്രൈബൽ സ്കൂളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടാൻ നഗരസഭ അനുമതി നൽകിയിരുന്നു. എന്നാൽ കരാറുകാരൻ അനുമതി നൽകാത്ത പല മരങ്ങളും വെട്ടിമാറ്റുകയും ചെയ്തെന്നാണ് പരാതി ഉയരുന്നത്. ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ പരിസരത്തുള്ള സ്കൂളിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന മരങ്ങളും അതുപോലെ തന്നെ അതിന് മുന്നിൽ വെട്ടിയിട്ടിരുന്ന തടി കഷ്ണങ്ങളും സ്കൂളിന് അപകട ഭീഷണിയിൽ നിന്നിരുന്ന തടി കഷ്ണങ്ങളും മാറ്റുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കമ്മിറ്റി കൂടുകയും അത് പ്രകാരം തടിക്കഷ്ണങ്ങൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ സ്കൂളിന് അപകടകരമായി നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ചില്ലകൾ മുറിക്കുന്നതിനുമാണ് നമ്മൾ കമ്മിറ്റി കൂടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിനുള്ള അനുമതി കൊടുത്തത്. എങ്കിൽ ഇന്നിവിടെ വന്നപ്പോൾ ഇവിടെ അനധികൃതമായിട്ട് ഉള്ള മരം മുറിക്കലും അതുപോലെ തന്നെ തടി കടത്തിക്കൊണ്ടു പോകലുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നഗരസഭയെയോ സ്കൂൾ അധികൃതരെയോ അറിയിക്കാതെയാണ് വർഷങ്ങൾ പഴക്കമുള്ള മാവ് സഹിതം വെട്ടിമാറ്റിയിരിക്കുന്നതെന്നാണ് ആരോപണം. മരച്ചില്ലകൾ മുറിച്ചു മാറ്റുന്നതിനും അപകടകരമായി നിൽക്കുന്ന മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുന്നതിന് വേണ്ടി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം അനുമതി നൽകിയിരുന്നു, ബഹുമാന്യ സെക്രട്ടറി തന്നെ. പക്ഷേ കഴിഞ്ഞ ദിവസം സ്കൂൾ അവധി ദിവസം കരാറെടുത്തു എന്ന് പറയുന്ന വ്യക്തി നഗരസഭ അങ്ങനെ ഒരു കരാർ നൽകിയിട്ടില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ സെക്രട്ടറിയോ അങ്ങനെ ഒരു അനുമതി നൽകിയിട്ടില്ല. അത് മുറിച്ചു മാറ്റുന്നതിന് ആവശ്യമായ ക്രമീകരണം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് PTA-ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കരാറെടുത്തിട്ടുള്ള വ്യക്തി അവധി ദിവസം സ്കൂളിൻ്റെ ഗേറ്റ് പോലും തുറക്കാതെ ഇവിടുന്ന് മരങ്ങൾ മുറിച്ചു മാറ്റി കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ആ മരങ്ങൾ കിടക്കുന്ന സ്ഥലം വരെ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ വ്യക്തമായിട്ടുള്ള നടപടി ഉണ്ടാവണം. യാതൊരു കാരണവശാലും ഇതവിടെ അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ പഴയ അധ്യാപകരും ഈ നാട്ടിലെ ആളുകളെല്ലാം കൂടി സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ഒരു വിദ്യാലയമാണ്. അപ്പോൾ ആ വിദ്യാലയത്തിൽ നിന്നും അനധികൃതമായി ഇങ്ങനെ മരം മുറിച്ച വ്യക്തിക്കെതിരെ കർശനമായ നടപടി കട്ടപ്പന പോലീസ് സ്വീകരിക്കണം. അനധികൃതമായി മാവ് മുറിച്ചു കടത്തിയതിലും പ്രതിഷേധമുയരുകയാണ്. വെട്ടിക്കൊണ്ട് പോയിരിക്കുന്ന മരങ്ങൾ അനധികൃതമായി PTA-യോ സ്കൂൾ അധികൃതരോ അറിയാതെ വെട്ടി അവധി ദിവസങ്ങളിൽ ആണ് ഇത് നടന്നിരിക്കുന്നതെന്നും അതുപോലെ തന്നെ നമ്മുടെ കട്ടപ്പന ട്രൈബൽ സ്കൂളിൻ്റെ ഗേറ്റ് പോലും പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ അവധി ദിവസം വന്ന് ഈ മരം വെട്ടി വേറെ വഴിയിലൂടെയാണ് ഇത് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ പ്രതിഷേധിച്ച ഒരു കാര്യം, കട്ടപ്പന ഈ ട്രൈബൽ സ്കൂളിൻ്റെ മുറ്റത്ത് ഒരു വലിയ മാവ് നിന്നിരുന്നു, നല്ലൊരു മാവ്. പക്ഷേ ആ മാവ് ഒരനുമതിയില്ലാതെ അല്ലെങ്കിൽ സ്കൂളുമായിട്ടോ PTA-ആയിട്ടോ ബന്ധപ്പെടാതെ തന്നെ അറിയാതെ അവരാരും അറിയാതെ തന്നെയാണ് ആ മാവ് മുറിച്ച് മാറ്റിയിരിക്കുന്നത്. ആ മാവിൻ്റെ തടി ഈ കട്ടപ്പനയുടെ പരിസരത്ത് തന്നെ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ പ്രിൻസിപ്പൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി വളരെ ഗൗരവത്തോടെ പോലീസ് അത് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ട്രൈബൽ സ്കൂളിൻ്റെ പരിസരം ശുചിയാക്കാനും മരച്ചില്ലകൾ വെട്ടാനുമായിട്ട് മുനിസിപ്പാലിറ്റി അശോകൻ എന്നൊരു വ്യക്തിയെ ചുമതലപ്പെടുത്തി. എന്നാൽ അദ്ദേഹം അതിൻ്റെ മറവിൽ ഇവിടെ നിന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ നട്ടുവളർത്തിയ നല്ല ഒരു മരം, മാവുമരവും ഉപയോഗപ്രദമായി നിന്നതും കൂടെ അനുവാദമില്ലാതെ കടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ മോഷണം പോയ ഈ വസ്തു മുതൽ അദ്ദേഹം എങ്ങോട്ട് കടത്തിയെന്നോ അതിൻ്റെ നഷ്ടം, ഒരു ബിൽഡിങ് നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹാൻഡ് വാഷ് ചെയ്യുന്ന സ്ഥലവും DRCയുടെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ നഷ്ടം വരുത്തിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. ഇതിനൊക്കെ PTA-ക്ക് യാതൊരു അറിവുമില്ല. PTA-യുടെ അനുവാദമില്ലാതെ ചെയ്ത ഈ പ്രവൃത്തിക്ക് ശക്തമായ നടപടിയെടുത്ത് മുനിസിപ്പാലിറ്റി ഇത് ചെയ്യണമെന്നാണ് അറിയിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് PTA ആവശ്യപ്പെടുന്നത്. ബൈറ്റ് ബിന്ദു വിനോദ്, PTA പ്രസിഡന്റ്. അനുവാദമില്ലാതെ കടന്നു കയറി മരങ്ങൾ മുറിച്ചു മാറ്റുകയും മറ്റ് നാശനഷ്ടം വരുത്തിയതിനെതിരെയും സ്കൂൾ അധികൃതർ കട്ടപ്പന പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇമിഗ്രന്റ് അക്കാദമി. വിദേശ പഠനം ഇനി ഈസിയായി. IELTS, OET, ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിങ്ങിനുമായി ഇമിഗ്രന്റ് അക്കാദമി. വിദേശത്ത് എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം, ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പു നൽകുന്നു. ഫീസുകളില്ലാതെ സ്റ്റുഡന്റ് വിസകൾ,
സ്വപ്നങ്ങൾ സാധ്യമാക്കൂ, വിദേശത്തേക്ക് പറക്കൂ. എസ്കലേറ്റ് യുവർ ഡ്രീംസ്. ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ, ITA ജംഗ്ഷൻ, കട്ടപ്പന.